അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് 44ാമത്തെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലാണ്. അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ ഇന്ന് ഒരു പ്രത്യേക അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബാണ് നമ്മളിപ്പോൾ ചേർന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അഷ്റഫ് ഇവിടെ നമ്മൾ ഷാർജ ബുക്ക് ഫെയറിൽ എത്തിപ്പെട്ടല്ലോ. എന്താണ് ഇവിടുത്തെ ഒരു അനുഭവം? ഇങ്ങനെ ബുക്കുകളിൽ മാഷാ അല്ലാഹ് ഭയങ്കരമായ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ അത്യാവശ്യം ഒരു വായന എഴുത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നത് ഇവിടുത്തെ ഒരു കാഴ്ച, ഇവിടുത്തെ ഒരു അന്തരീക്ഷവും വലിയ മാനസിക ആഹ്ലാദം നൽകുന്നൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇവിടെ മാത്രമല്ല, ഇപ്പൊ ഇവിടെ നമ്മൾ മലയാളികളായ ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പൊ 44 ഇപ്പോ ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ ഇതേ ഒരു പതിപ്പ് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളെ ഭരണാധികാരികൾ ഇത് ഏറ്റെടുത്ത് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്ര വിപുലമായ രീതിയിൽ കഴിഞ്ഞിട്ടില്ലെങ്കിലും അണ്ണാരക്കണ്ണനും തണ്ണാനായതും പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു സംവിധാനത്തിന് ഭരണകൂടം തന്നെ നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു മോഡലുണ്ട്, ഈ ഒരു മോഡലിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാടിനെ ഈ ഒരു ഉപരിപ്ലവമായ വായനാ സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആകെ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാട്സപ്പിൽ വരുന്ന വളരെ ഉപരിപ്ലവമായിട്ടുള്ള സാധനം, ഒന്നുകൂടെ പറഞ്ഞാൽ ചപ്പും ചവറും അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സാധനങ്ങളാണല്ലോ. അതിന് പലതിനും ഒന്നനുസരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കേവല വായനയിലൂടെയാണ് ഇന്ന് മലയാളികൾ പോയിരുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന് മാറി കുറച്ചും കൂടി ഒരു ആഴമുള്ള വായനയിലേക്കും പുസ്തകത്തെയും എഴുത്തിനെയും ഗൗരവത്തോടുകൂടി കാണുന്നൊരു തലമുറനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു വലിയ മോട്ടിവേഷൻ ഇതുപോലുള്ള പുസ്തക മേളകൾക്ക് ഉണ്ടാകും തന്നെയാണ്. അത് നമ്മളെ നാടിന് കൂടി ഒരു മാതൃകയാണ് നിൽക്കുന്നത്. മാതൃക എടുക്കണം എന്നാണ് ചുരുക്കത്തിൽ. നമ്മൾ വേറെ വിഷയത്തോട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിലിപ്പം സജീവമായ ചർച്ചയാണ് SIR ബന്ധപ്പെട്ട്, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവ്യൂ എന്ന രീതിയിലൊരു വന്നിട്ടുണ്ടാവും. റിവിഷൻ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം BLOമാരുടെ സ്ഥാപനം പട്ടികയും പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയങ്ങളോ നമ്മൾ ഇത്രത്തോളം ഗൗരവത്തിൽ ആൾക്കാർ എടുത്തിട്ടുണ്ടോ, എന്താണ് തോന്നുന്നത്? അതായത് ഗൗരവത്തിലെടുത്തോന്ന് ചോദിച്ചാല് ഒരർത്ഥത്തിൽ അത് എടുത്തിട്ടുണ്ട്. കാരണം പ്രാവശ്യം ഈ SIR വന്നപ്പോൾ അത് കുറച്ച് ഗൗരവമാണ്, അത് ശ്രദ്ധിക്കണം എന്നൊരു ജനങ്ങൾ അലർട്ടായിട്ടുണ്ട് ആ വിഷയത്തിൽ. അത് പൊതുവെ കാണാനുണ്ട്. പക്ഷെ അലർട്ടായപ്പോഴും നമ്മൾ ചില ആളുകളിൽ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാല് അത് ഇനി സമയമുണ്ടല്ലോ, ഒരു മാസം ഉണ്ടല്ലോ, നോക്കാം, ശ്രദ്ധിക്കാം, സംഗതി നോക്കേണ്ടതാണ്, ചെയ്യേണ്ടതാണ് എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ എനിക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ അങ്ങനെ കരുതിയിരിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാടിന്റെ അന്തരീക്ഷം എപ്പോഴും മാറി മറിയാം. ഇപ്പൊ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ BLOമാരെ ഈ ഡ്യൂട്ടി കൊടുക്കും. അവര് 4-ാം തീയതി കൂടി ഫീൽഡിൽ ഇറങ്ങേണ്ടതാണ്. മിക്കവാറും ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒക്കെ നാമമാത്രമായ ഒരു ഇറക്കം മാത്രമേ 4-ാം തീയതി നടത്തിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് കിട്ടേണ്ട എല്ലാ മെറ്റീരിയൽസും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. പലതും ഫോട്ടോ കോപ്പി എടുത്തിട്ടും പല രീതിയിലൊക്കെയാണ് ഇതിലുള്ളത് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 1000-1200 വീടുകളുള്ള ഒരു BLOന് 300, 340, 400 പിന്നെ ഫോമുകൾ എന്ത് ചെയ്യുന്നുള്ളൂ, കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ സംവിധാനത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കിട്ടാൻ കൈകാര്യം ചെയ്യാനും സമയം ഡിലേ ആവുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഡിലേ ഒന്നും എന്തല്ല പിന്നെ സമയം വർദ്ധിപ്പിക്കാൻ കാരണമാവില്ല. സമയം ആ ടൈം ആവുമ്പോൾ കറക്റ്റ് ആവുമ്പോൾ എന്ത് ചെയ്യാൻ പ്രൊസീജിയർ അവിടെ നിൽക്കും. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അർജന്റ് നമ്മൾ പറയും. ഇലക്ഷന്റെ ഒരു അടിസ്ഥാനമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. അപ്പൊ ആ അർജൻസി എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ലേറ്റ് ആവുമ്പോൾ പോലും അതിന്റെ ബുദ്ധിമുട്ട് ബാധിക്കുക അവസാനം ആരെയാണ്? നമ്മളെയാണ്, പൗരന്മാരാണ്. അപ്പൊ നമ്മൾ അതിന് കാത്തു നിൽക്കാതെ വേഗത്തിൽ അതിലേക്ക് എൻട്രി ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അതായിട്ടില്ല. ഇതിലൊക്കെ ദുരൂഹതയാണ്. ഇപ്പൊ BLOയുടെ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞത് അവർ BLOമാരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ അപ്പോഴാണ് അറിയണത് തന്നെ അവരാണ് BLO എന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ള പല റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിന്? അല്ല, അത് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. മിക്കവാറും ഒരു നല്ല ഒരു മഹാഭൂരിപക്ഷം ആളുകൾക്കിടയിലും BLO ആരാണ് എന്താണ് എന്നതൊക്കെ BLOനും ബോധ്യമുണ്ട്, ആളുകൾക്കും ബോധ്യമുണ്ട്. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞാല് കൂടുതൽ ആളുകളുള്ള ഒരു ബൂത്ത് ഇപ്പൊ ഇനി 1100 ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു 1100 എല്ലാ ബൂത്തിലും വോട്ടർമാരെ കേന്ദ്രീകരിപ്പിക്കുക, കുറച്ച് കൊണ്ടുവരും. അതിൽ കൂടുതലുള്ള അടുത്ത ബൂത്തിലേക്കോ അല്ലെങ്കിൽ പുതിയ ബൂത്തിലേക്കോ കൊണ്ടുപോകുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനൊരു BLOനെ വെക്കണമല്ലോ. ആ BLOനെ അപ്പോയിന്റ് ചെയ്തിട്ട് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു കേസാണെങ്കിൽ പോലും സംഭവിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ അതാണ് അതിന്റെ പ്രശ്നം. എന്താണ് ഇപ്പോൾ എടുത്ത സ്റ്റെപ്പ്? ഇപ്പം നമ്മൾ പ്രേക്ഷകരോട് എന്താണ് പറയേണ്ടത് ഈ വിഷയം ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്
പിന്നെ ഒരു മഹാഭൂരിപക്ഷം ആളുകൾ 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊസീജിയർ വളരെ എളുപ്പമാണ്. അവർക്ക് പെട്ടെന്ന് ഫോം പൂരിപ്പിച്ചു കൊടുത്താലേ കാര്യങ്ങൾ ക്ലിയർ ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് പിന്നെ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രവാസികളാണ്. ഇപ്പൊ നമ്മള് ഷാർജയിലെ ബുക്ക് ഫെയറിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന ശ്രോതാക്കളിൽ കൂടുതൽ പ്രവാസികൾ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് പ്രവാസികൾ ഈ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുറെ കാലങ്ങളായിട്ട് പ്രവാസ ജീവിതത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 2002 അടിസ്ഥാനം. അപ്പൊ 2002 ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവായ ഒരു അവസ്ഥ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് കേവലം ഒരു വോട്ട് അത് മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് വരണോ, ഞാൻ ഏതായാലും വോട്ട് ചെയ്യാൻ പോകാറില്ല, നാട്ടിൽ എന്തായാലും വോട്ടിന് എത്തൂല, ഇന്നിപ്പോ വോട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്ക് എന്ത് ചെയ്യൂല ആ സമയത്ത് കടന്നിട്ടുണ്ടാവും. അങ്ങനെ സ്വാഭാവികമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പോയ അവസ്ഥ ഉണ്ടാകും. അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അടുത്ത പട്ടികയിൽ ഇല്ലെങ്കിൽ അത് വലിയ പ്രയാസം. അത് കേവലം ഒരു വോട്ടവകാശത്തെ അല്ല ബാധിക്കുക, അത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെടുന്നു എന്നതാണ് ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് പ്രവാസികൾ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. അതേപോലെ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമക്കൾ, അവര് പിന്നെ എവിടെയാണോ അവരുടെ വീട് ആ വീട്ടിലെ ബൂത്തിലെ അവരുടെ പിതാവിന്റെ ആ ബൂത്ത് നമ്പറും പിതാവിന്റെ ക്രമ നമ്പറും ആ നമ്പർ നേരത്തെ ശേഖരിച്ചു വെക്കണം. അതായത് BLO വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അവരത് ശേഖരിച്ചു വെക്കണം. അത് എന്നിട്ട് അവർ വരുമ്പോൾ വേഗം എടുത്തു കൊടുത്താൽ ഇവരുടെ ക്രമ നമ്പർ ചേർത്തുകൊണ്ട് ആ ബൂത്ത് നമ്പർ ചേർത്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മരുമക്കൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ചെയ്തു പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ BLO വീടിന്റെ മുമ്പത്ത് ഒന്ന് നോക്കും. അപ്പോൾ എൻ്റെ മരുമകൾക്ക് ഇല്ല, അപ്പൊ അവളെ വീട്ടിൽ വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടില്ല. ആ വാപ്പാന്റെ അവിടുത്തെ ബൂത്ത് എത്ര, ക്രമ നമ്പർ എത്ര, അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളിത് വെയിറ്റ് ചെയ്ത് നിൽക്കൂലല്ലോ. അപ്പൊ അയാൾ വരുന്നങ്ങളൊക്കെ ശേഖരിക്കുന്നിട്ട് ഞാൻ നോക്കിയിട്ട് വരാന്ന്. അല്ലെങ്കിൽ എന്താ പറയാ അയാള്, നിങ്ങളെ അത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ആ 12 രേഖ ഉണ്ടല്ലോ, 12 ടൈപ്പ് രേഖകളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും രേഖ തന്നാൽ മതി എന്ന് പറഞ്ഞാല് അപ്പൊ അതായിരിക്കും എളുപ്പമായിട്ട് തോന്നും. അതായത് അവരുടെ SSLC ബുക്ക്, അതേപോലെ പാസ്പോർട്ട്, അതേപോലെ ആധാർ കാർഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഇല്ലാത്തവരാരും ഉണ്ടാവും. അപ്പൊ അത് എടുത്തുകൊണ്ട് വേഗം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ശരിയാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് ഇത് ഒരു ആശങ്കയുടെ സമയം, നമ്മളിതിനെ വളരെ നിഷ്കളങ്കമായിട്ടല്ല കാണുന്നത്, ഇതിനെ വളരെ സംശയാസ്പദമായിട്ടല്ലേ കാണും. സംശയം എന്ന് പറഞ്ഞാല് ഈ സിസ്റ്റത്തെ അവിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഇന്നലകൾ എന്താണ്, വർത്തമാനം എന്താണ്, ഭാവി എന്താണ്, അവരുടെ അജണ്ടകൾ എന്താണ് എന്നത് നമ്മുടെ മുമ്പിൽ പല വിഷയത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. അപ്പൊ സംഭവിക്കാൻ പോണെന്ന് വെച്ചാല് ഇവരൊരു രേഖ വെച്ചുകൊണ്ടാണ് ഇതില് ഈ അപേക്ഷ പൂരിപ്പിക്കുന്നത് എങ്കിൽ ഒരു പുതിയ വോട്ടർമാരുടെ രീതിയിലാണ് വരുന്നത്. ഇവർക്ക് അടിയാധാരം ഉണ്ടാവില്ല, മനസ്സിലായോ? മറ്റേത് നേരത്തെ വാപ്പാന്റെ നമ്പർ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലോ ഇവരുടെ വാപ്പ ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ പൗരനാണ്, ഇന്ന സ്ഥലത്തുള്ള ആളാണ്, വോട്ടുണ്ടായിരുന്ന ആളാണ്, അവരുടെ മകളാണ് ഇവർ. അപ്പൊ ഇതൊരു ബാക്ക് ഫയൽ അവിടെ കിട്ടും. അതിനുവേണ്ടി ആ സാധനം കൊടുക്കാതെ ഇവരുടെ രേഖ വെച്ചുകൊണ്ട് മാത്രം ചേരുന്നു എന്ന് പറയുമ്പോൾ ഇവരൊരു പുതിയ വോട്ടറെ പോലെ ഒരു ഇന്ത്യ രാജ്യത്ത് പിന്നെ എവിടെയോ പൊട്ടി മുളച്ച പോലെ ഒരാളായിട്ട് വരികയാണ്. അപ്പൊ അവർക്കത് കിട്ടും. പക്ഷെ ഈ മെഷീൻ വെച്ചുകൊണ്ടാണ് അതേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് തീരുമാനിക്കണം എന്ത്, രേഖകൾ പുതുതായി തന്ന ആളുകളെ അവരെ രേഖ ഒന്നും കൂടി പരിശോധിക്കണം, അല്ലെങ്കിൽ അതൊന്ന് പെൻഡിങ്ങിൽ വെക്കണം എന്ന് ഭാവിയിൽ ഒരു തീരുമാനം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ മെഷീനിന് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഇവരൊക്കെ എന്ത് ചെയ്യും, ഇത് പുതിയ ആളുകളായിട്ട് ചിത്രീകരിക്കപ്പെടും. അപ്പൊ ഇവർക്ക് ഹിയറിംഗ് ആവശ്യം ഉണ്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യേണ്ടത്, പിന്നെ താലൂക്കിലും പിന്നെ ജില്ലയിലും പിന്നെ ഈ വിളിക്കുന്ന സ്ഥലത്തേക്കും ഈ കെട്ടും പാണ്ടവർക്ക് എന്ത് ചെയ്യണം, അവിടെ പോകേണ്ടി വരും. ഈ ഒരു ബുദ്ധിമുട്ടും വിളിച്ചു വരുത്തിയതാണ്, വെറുതെ വന്നതല്ല. കാരണം വളരെ നോർമലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം അലസത കൊണ്ടോ മടി കൊണ്ടോ ജാഗ്രതയില്ലായ്മ കൊണ്ടോ അവരെന്ത് ചെയ്തു, ഈ രീതി ചെയ്തു. അപ്പൊ ഇത് ഞാൻ പറയുന്നത് രേഖ കൊടുക്കുന്നവരെയൊക്കെ ഹിയറിങ്ങിന് വിളിക്കും എന്ന കട്ടായമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഹിയറിങ്ങിന് വിളിക്കാം സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കണം ഈ കാര്യം ചെയ്യേണ്ടത്. അപ്പൊ പരമാവധി അടിയാധാരങ്ങൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, വോട്ടർ പട്ടികയിൽ പേര് കൊണ്ടുവരിക. അല്ലാതെ ഒരു ആദ്യമായി രേഖ കൊടുത്തുകൊണ്ട് അതിലേക്ക് എൻട്രി ചെയ്യാതിരിക്കലാണ് സൂക്ഷ്മത കാണുന്നത്. മറ്റൊരു വിഷയം, ഈ കുറച്ച് അരാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ ഇപ്പം ഇതിലേക്ക് ഇടപെട്ടൊരു കാര്യമില്ല, ഒരു വോട്ടല്ലേ, നമ്മള് ചെയ്തൊരു വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കണ ഒരു ഭയങ്കര റിലാക്സ് ആയി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എന്താ പ്രത്യേകം പറയാനുള്ളത്? അത് തീർച്ചയായിട്ടും തിരുത്തേണ്ടതാണ്. 2 കാരണങ്ങളാൽ തിരുത്തേണ്ടതാണ്. ഒന്ന്, ഇനിയിപ്പോ SIR കാര്യമൊന്നും ഇല്ലാന്ന് വിചാരിക്കും. ഈ ആശങ്കയും ഈ കൊല്ലാപ്പും കാര്യമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ അവകാശപ്പെട്ട കാര്യം. ആ വോട്ടാണ് നമ്മുടെ ഭരണകൂടം ആരാകണമെന്ന് തീരുമാനിക്കുന്നത്. ആ ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്തിന്റെ അടപടലം കാര്യങ്ങൾ, അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളിലും നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഓരോ കാലഘട്ടത്തിലുള്ള ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ നമ്മുടെ
രാവിനെയും പകലിനെയും ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ രാവ് മുതൽ പകൽ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ എന്തെല്ലാം ചലനങ്ങളുണ്ടോ ആ ചലനങ്ങളിലൊക്കെ ഈ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളും നയങ്ങളും നമ്മളെ നേർക്ക് നേരെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ നമ്മൾ രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ആ വണ്ടിക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ആ ലൈസൻസിന്റെ നിയമം, അതിന്റെ പ്രായം, അതിന്റെ രീതി ആര് വെച്ചതാ? ആ ലൈസൻസ് കിട്ടാനുള്ള നിബന്ധനകൾ ആര് കൊണ്ടുവന്നതാണ്? ആ വണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയ റോട്ടിൽ കുറെ നിയമമുണ്ട്. ആ നിയമം ആരുണ്ടാക്കിയതാ? ഇങ്ങനെ തുടങ്ങി പിന്നെ നേരെ ഓഫീസിലേക്കാണ് പോണത്. ആ ഓഫീസിന്റെ സംവിധാനം ആരുണ്ടാക്കിയതാ? നമുക്കൊരു വീട് വെക്കണം. ആ വീട് വെക്കണമെങ്കിൽ പഞ്ചായത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കണം. അതിന് ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടണം. ആ പെർമിഷൻ കിട്ടേണ്ട മാനദണ്ഡങ്ങൾ ആരുണ്ടാക്കിയതാ? ഇതൊക്കെ നിയമസഭയും പാർലമെന്റും സംവിധാനങ്ങളും പാസ്സാക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുന്ന ആളുകൾ ആരായിരിക്കണം എന്ന വിഷയത്തിൽ എനിക്ക് കൺസേൺ ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ എത്ര ബുദ്ധിമാനായിട്ടും കാര്യമില്ല, അയാൾ മഹാപൊട്ടത്തര പറയും. ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് വെച്ചാല് ഈ സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഒരാൾക്ക് വോട്ടവകാശം ഉണ്ടാകണമെങ്കിൽ 4 കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, അയാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. 2, 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 3, അയാൾ സ്ഥിരതാമസമുള്ള ആളായിരിക്കണം. 4-മത്തത്, അയാൾക്ക് നിയമപരമായി കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ഈ 4 നിബന്ധനകൾ ഒക്കുമ്പോഴാണ് ഒരാൾ എന്താവുക, ഇന്ത്യയിലെ പൗരനാവുക. അപ്പോൾ വോട്ടവകാശം കിട്ടണമെങ്കിൽ പൗരത്വം വേണമെന്നത് ഇപ്പോൾ വ്യവസ്ഥയാണ്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പൗരത്വം ഉണ്ടാകുക ആർക്ക് മാത്രമാണ്? വോട്ടവകാശമുള്ളവർക്കാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ വരുന്ന ഒരു ശൈലിയാണ് ഇപ്പൊ കാണുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ബേസ് ആക്കുന്നത് എന്താണ്? 2002 അല്ലെ? 2002 ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏത് 2002 വോട്ടർ പട്ടികയെ ബേസ് ചെയ്തുകൊണ്ട്. ആ വോട്ടർ പട്ടികയെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത വോട്ടറാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതൊരു വോട്ടർ പട്ടിക ഒരു മാനദണ്ഡമായി മാറുന്നു ഇവിടെ. മനസ്സിലായോ? ഇനി അടുത്ത പ്രാവശ്യം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഇന്ന കാലഘട്ടത്തിൽ വോട്ടവകാശമുള്ളവർ മാത്രമേ ഇന്ത്യ പൗരനായി പരിഗണിക്കുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായി? അപ്പൊ നമ്മളത് അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചുകൊണ്ട് കുറച്ചുകൂടെ ജാഗ്രതയിൽ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം CAA എന്ന് പറയുന്ന ഒരു നിയമം അവിടെ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമം പാസ്സാക്കി വെച്ചപ്പോ ബോധമല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ മേഖലകളും ഇളകി മറിഞ്ഞിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, ആ നിയമത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. എന്താണ് നിയമത്തിലുള്ള പ്രശ്നം? മുസ്ലിങ്ങൾ ഒഴിച്ച് മറ്റെല്ലാവർക്കും എന്ത് ചെയ്യും, പൗരത്വം കൊടുക്കും. മുസ്ലിം ജനവിഭാഗത്തിന് മാത്രം കൊടുക്കൂല എന്നൊരു നിയമമാണ് പാസ്സാക്കിയിരുന്നത്. ആ നിയമം ഇപ്പോഴും ഇവിടെ പാർലമെന്റിൽ നിലനിൽക്കുന്നു. അപ്പൊ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാല് മുസ്ലിങ്ങളല്ലാത്തവർക്കൊക്കെ CAA എന്ന നിയമം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പൗരത്വം കൊടുക്കാൻ പറ്റും. പക്ഷെ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റൂല. ആ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് എങ്കിലും ഈ ജാഗ്രത കാണിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് നമുക്കൊന്നും പറയാം. മറ്റൊരു വിഷയം, ഇപ്പം നമ്മള് ഈ ഇന്നലെയാണ് രാഹുൽ ഗാന്ധി ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചില ക്രമക്കേടുകൾ, ഞെട്ടിപ്പിക്കുന്ന ചില ക്രമക്കേടുകൾ പുറത്തു വിട്ടത്. അപ്പം നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ തന്നെ എന്താ പറയുക, സംശയത്തിൽ നിർത്തുന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ആ ഒരു വിഷയം എങ്ങനെ നോക്കിക്കാണും? നമുക്ക് ഇതിൽ ആ ഇലക്ഷൻ കമ്മീഷനെ തന്നെ നമുക്ക് വിശ്വാസം ഇല്ലാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ നമ്മളെ ഈ വോട്ടിംഗ് ഇതിനൊക്കെ എന്താ കാര്യം എന്നുള്ളതൊരു ചിന്ത ഉണ്ടാവില്ല. അല്ല, രാഹുൽ ഗാന്ധി ആദ്യം ഒരു ബോംബ് പൊട്ടിച്ചു, പിന്നെ അടുത്ത ബോംബ് പൊട്ടിച്ചു, ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു. യഥാർത്ഥത്തിൽ ഈ വിഷയം നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. അവരിത് ഈ രൂപത്തിൽ പറയാതിരുന്നത് നേരത്തെ റെയ്ഹാൻ പറഞ്ഞ അവരാശങ്ക കൊണ്ടാണ്. നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യമുണ്ട്, വോട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കൺസേൺ ഒരു ഭരണകൂടത്തോടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവർക്ക് എതിരെ വോട്ട് ചെയ്തുകൊണ്ട് അവരെ താഴെ ഇറക്കാൻ പറ്റും. ഈ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ രാജ്യം ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഇലക്ഷൻ പ്രക്രിയയിൽ പ്രശ്നമുണ്ട് എന്ന് വസ്തുതാപരമായി പൗരന്മാർക്ക് മുമ്പിൽ പറയുമ്പോൾ ഇതിലുള്ള വിശ്വാസ്യതയാണ് ആളുകൾക്ക് പോകുക. ആ വിശ്വാസ്യത പോകുന്നത് ഒരു ഭരണകൂടത്തിലുള്ള വിശ്വാസ്യതയല്ല, രാജ്യത്തിന്റെ അടിത്തറയെ കുറിച്ചുള്ള നിലനിൽപ്പിനെ കുറിച്ചുള്ള വിശ്വാസ്യതയാണ് പോകുന്നത്. അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അരക്ഷിതാവസ്ഥ നാട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അത് പിന്നെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിഞ്ഞോളുന്നില്ല. ജെൻസി പ്രക്ഷോഭം ഉണ്ടായത് നമ്മുടെ അയൽരാജ്യത്തല്ലേ, എന്തൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടായി. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ആളുകളെ ഇറക്കി വിടരുതല്ലോ എന്ന ജാഗ്രത കൊണ്ടാണ് ഇവരൊക്കെ അത് പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ അത് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. അതാണ് പറഞ്ഞു, ഒരു വീട്ടിൽ തന്നെ 200-250 വോട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഒറ്റ വീട്ടിൽ തന്നെ. പിന്നെ ആ കള്ള വോട്ട് ഉണ്ടാക്കിയ ആളുകളെ ശരിക്കും അവിടെ പ്രദർശിപ്പിച്ചു, അദ്ദേഹം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. അല്ലേ, ബ്രസീലിയൻ മോഡലൊക്കെ അവിടുത്തെ ആ ഒരു സ്ത്രീന്റെ ഫോട്ടോ വെച്ചിട്ട് എത്ര വോട്ടാ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചില ആൾക്കാർ പറയണത് ആ ഒരൊറ്റ സ്ത്രീക്ക് ഇത്ര 100 കണക്കിന് വോട്ട് ചെയ്യാൻ എവിടെ സമയം. യഥാർത്ഥം ഒരു ബൂത്തിലല്ലതേ, വ്യത്യസ്ത ബൂത്തുകളിലാണ് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത ബൂത്തിൽ വ്യത്യസ്ത ആളുകളാണ് ചെയ്തിട്ടുള്ളത്. വളരെ ശ്രദ്ധല്ലേ. അപ്പൊ അതൊക്കെ വസ്തുതാപരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും സങ്കടം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു പ്രശ്നത്തെ ജനസമക്ഷം കൊണ്ടുവന്നിട്ട്
അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ട കാര്യം. അതായത് നമ്മുടെ നാഷണൽ മീഡിയകളാകട്ടെ, മറ്റു മീഡിയകളാകട്ടെ, ഈവൻ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരത്തിരിക്കുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം ഇത് പറയുന്നു എന്നതിനപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആ രാഷ്ട്രീയ സംഘടനയുടെ അതിന്റെ യൂണിറ്റ് ഉണ്ട്, അതിന് ബ്രാഞ്ച് ഉണ്ട്, അതിന് മണ്ഡലം താലൂക്ക് കമ്മിറ്റികളുണ്ട്, ജില്ലാ കമ്മിറ്റികളുണ്ട്, സംസ്ഥാന BCCകളുണ്ട്. ഇവിടങ്ങളിലൊക്കെ ശരിക്കും ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനം, ഒരു മണിക്കൂറുള്ള പത്രസമ്മേളനം കഴിയുന്നതോടുകൂടി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും പന്തം കൊളുത്തി പ്രകടനം വരേണ്ടതാണ്. അവിടെയൊക്കെ പ്രതിഷേധങ്ങൾ വരേണ്ടതാണ്, ആളുകൾ രംഗത്തിറങ്ങേണ്ടതാണ്. അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഉണ്ടായി? കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ എത്ര കക്ഷികളുണ്ട്? ഇന്ത്യ മുന്നണിയിൽ എല്ലാ കക്ഷികൾക്കും ഈ കൺസേൺ ഉണ്ടല്ലോ. പക്ഷെ അവർക്കൊക്കെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകൾ എത്രത്തോളം ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട്? ഇത് രാഹുൽ ഗാന്ധി റിസർച്ച് ചെയ്തു കണ്ടെത്തി എന്നതിനപ്പുറം അത് രാജ്യത്തിന്റെ കൂടി ഒരു പ്രശ്നമാണ് എന്ന നിലക്ക് അത് പ്രതിപക്ഷ കക്ഷികൾ തന്നെ ഇപ്പോൾ എടുത്തിട്ടില്ല എന്നതിന് നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം. നമ്മുടെ ഈ സൗണ്ടൊക്കെ കേൾക്കുന്ന ആളുകൾ ആരുണ്ടെങ്കിലും, അവർക്ക് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുള്ളവരാണെങ്കിലും, അവരുടെ രാഷ്ട്രീയ പാർട്ടി ഇത് മുഖ്യ അജണ്ടയായി എടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുപോകാതെ ഇതിനെ തിരിച്ചു പിടിക്കണം. നമ്മുടെ ഭരണകൂടനെ തിരിച്ചു പിടിക്കണം, നമ്മുടെ വോട്ടവകാശത്തെ തിരിച്ചു പിടിക്കണം, ഈ കള്ളത്തരത്തെ മാറ്റിയെടുക്കണം. അങ്ങനെ ഒരു സുതാര്യമായ ഒരു അവസ്ഥയിലേക്ക് എന്ത് അടിയന്തരമായി. അവസാനമായി ചോദിക്കാനുള്ളത്, ഇപ്പം ഒരു വിശ്വാസി നിലയിൽ ഇപ്പം നാടിൻ്റെ ഒരു പോക്കും ഇപ്പോഴത്തെ ഒരു ഇത് കാണുമ്പോൾ എന്താണ് പറയുന്നത്? വിശ്വാസി നിലയിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അല്ല, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈമാനിന്റെ കൂടി ഭാഗമാണ്. ഒന്ന്. രണ്ടാമത്തത്, ലോകത്ത് തന്നെ മുസ്ലിം രാജ്യങ്ങൾ ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളതാണ് ഇത് ഇന്ത്യ രാജ്യം. ഒന്നുകൂടി ഞാൻ പറയും, മുസ്ലിം രാജ്യങ്ങൾ ഒഴിച്ചാൽ എന്ന് മാത്രമല്ല, ഇന്ന് GCC രാജ്യങ്ങളിലെ എല്ലാ മുസ്ലിങ്ങളെയും കൂട്ടി അത്ര മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാവും പിന്നെ ഇന്ത്യ രാജ്യത്ത്. അപ്പൊ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രബല ന്യൂനപക്ഷമാണ്. അവരാകട്ടെ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ അക്ഷീണം അധ്വാനിച്ചവരാണ് നമ്മുടെ നേതാക്കന്മാർ. അത് ഒരു ഉപരിവിപ്ലവമായിട്ടോ യാന്ത്രികമായിട്ടോ ഞങ്ങളും ഇതിന്റെ പിന്നാലെ ഉണ്ട് എന്ന് പറയിപ്പിക്കല്ലേ ചെയ്ത്. അവരുടെ രക്തം ഈ മണ്ണിലുണ്ട്. ആ രക്തം കൊടുത്തിട്ടാണ് ഈ സ്വാതന്ത്ര്യം വാങ്ങിയത്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളതും ഈ രാജ്യം ഇതുപോലെ നിലനിർത്തുക എന്നതും നമ്മുടെ മുൻഗാമികളോട് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടിയാണ്. ഈ ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇവിടുന്നോ പറന്നു വന്നവരാണ്, അവരെവിടേക്കോ പോകേണ്ടവരാണ്, അവരൊരു വരുത്തന്മാരാണ് എന്ന രീതിയിലാണ് ഇപ്പൊ ഇങ്ങനൊരു നരേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിയല്ലത്. ഈ രാജ്യത്തെ പടുത്തുയർത്തിയ കല്ലുകളാണ് അവർ, അതിന്റെ കോൺക്രീറ്റുകളാണ് അവർ. അതുകൊണ്ട് തന്നെ ആ ഭിത്തിക്ക്, ആ കോൺക്രീറ്റിന് തകരാറ് വരുമ്പോൾ അത് നമ്മുടെ മുൻഗാമികൾ ചെയ്ത അതേ വഴിയിലൂടെ അടുത്ത ഒരു ചരിത്രം രചിക്കാൻ, ചരിത്രം എന്നും വായിക്കാനുള്ളതല്ല, ചരിത്രം എഴുതാൻ മാത്രമുള്ളതല്ല, ആ ചരിത്രം ആവർത്തിക്കാൻ കൂടിയുള്ളത്. അത് ആവർത്തിക്കേണ്ട ഘട്ടമാണ് ഇന്ത്യ രാജ്യത്ത്. അതിലേക്ക് വിശ്വാസികൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വരേണ്ടതുണ്ട്. അതല്ലാതെ ഇതൊന്നും ഞങ്ങളാരെയും ബാധിക്കില്ല, ഇത് വേറെ അന്യഗ്രഹത്തിലുള്ള വേറെ ആരെയോ ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്ന നിലയ്ക്ക് ഈ വിഷയത്തെ എടുത്താൽ ശരിയാവില്ല. ഇതെല്ലാവരെയും ബാധിക്കും. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു 10 വർഷത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാർലമെന്റിൽ ചൂടപ്പം പോലെ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുത്ത ഏത് ബില്ലുകൾ എടുത്ത് പരിശോധിച്ചു നോക്കി നിങ്ങൾ, ആ ബില്ലുകളൊക്കെ മുസ്ലിം ഇഷ്യൂസുകളാണ്. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം, മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, അതുപോലെ തന്നെ വ്യക്തി നിയമത്തെ ബാധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ, വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, ഇങ്ങനെ തുടങ്ങി എത്രമേൽ നിയമങ്ങളാണ് പുതുതായിട്ട് രൂപപ്പെടുത്തിയത്. ആ നിയമങ്ങളൊക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവരുടെ ശരീരത്തിനെയും നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ നേതാക്കന്മാര് ഈ ഭരണഘടനയിൽ ഇങ്ങനത്തെ സംഗതികൾ നേടിയെടുത്ത ആ സംവിധാനത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഭേദഗതി വരുത്തിയും അല്ലാതെയും ഭരണത്തിന്റെ മുഷ്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കി നിൽക്കുക എന്നുള്ളത് കാരണവശാലും പാടില്ല. അത് വളരെ വിവേകത്തോടു കൂടിയായിരിക്കണം. ഒരിക്കലും ഒരു വൈകാരികമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടല്ല. ഈ മുസ്ലിങ്ങൾ വൈകാരികമാകണമെന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മൾ വൈകാരികമാകുന്നതിനപ്പുറം വളരെ വിവേകപൂർവ്വം ചിന്തയോടുകൂടി ഈ രംഗത്ത് ഇറങ്ങിത്തിരിക്കേണ്ട ഘട്ടം. അപ്പം കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ വൈകാരികമല്ല, വിവേകത്തോടെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങൾ ഇടപെടേണ്ടത് എന്ന ഒരു മെസ്സേജാണ് അവസാനമായി പറഞ്ഞത്. ഇതിനെ ഇൻഷാ അല്ലാഹ് നമ്മളോടൊപ്പം ഈ ഒരു സമയത്തിൽ കൂടി ചേർന്ന ബഹുമാനിയായ ടി.കെ. അഷ്റഫിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഇന്റർവ്യൂടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ വിസ്ഡം ബുക്സിന്റെ സ്റ്റോള് ഇവിടെ ZD3-4 സ്റ്റോളുകളിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.